ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. പ്രൈസ് ലോർഡ്. ഇവിടെ ഈ സങ്കീർത്തനം, അതായത് ഈ 2-ാം സങ്കീർത്തനം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്തുകൾ സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചന നിറഞ്ഞ ഒരു വേദഭാഗമാണ് നമുക്കിവിടെ കാണുന്നത്. യഹോവയുടെ അഭിഷക്തനെ കുറിച്ചുള്ള അഭിഷക്തന്റെ വാഴ്ചയെ കുറിച്ചാണ് ഈ 2-ാം സങ്കീർത്തനം പറയുന്നത്. എന്നാൽ നമ്മളോട് വ്യക്തിപരമായി കർത്താവ് സംസാരിക്കുകയാണ് ഇവിടെ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികൾ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കുകയും തരും. ഇവിടെ 2 കാര്യമാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. ഒന്ന് കൈവശമായും ചില അവകാശമായും കർത്താവ് നൽകുവാൻ ഇടയാകും. എന്നാൽ പഴയ നിയമത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 15-ാം അധ്യായത്തില് അപ്പന്റെ അവകാശത്തെ ചോദിച്ചു വാങ്ങിയ ഒരു മകളെ നമുക്കിവിടെ കാണുവാൻ കഴിയും. വായിക്കാം നമുക്ക്. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ അവിടെ അക്സ എന്ന് പറയുന്ന ഒരു മകളെ കുറിച്ച് കാണുവാൻ കഴിയും. അവളോട് അവിടെ പിതാവ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എന്ത് ചെയ്യാം, എന്റെ മകളെ വിവാഹം കഴിക്കുന്നവന് ചിലത് ഞാൻ അവകാശമാക്കി കൊടുക്കുമെന്ന് ഹല്ലേലൂയ അവിടെ പറയുവാൻ തന്റെ അക്സയുടെ പിതാവ് പറയുവാനിടെ നമുക്ക് വായിക്കാം. 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു: കാലേബ് തന്റെ മകൾക്ക് വേണ്ടി ഹല്ലേലൂയ ഓഹരി കൊടുത്തതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അതിന്റെ 15-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു: കിരിയത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എന്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും. അവൻ മകളെ ഭാര്യയായി കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മകളെ വിവാഹം കഴിച്ചു. എന്നാൽ മകൾ വന്ന അപ്പനോട് അനുഗ്രഹം ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പ എനിക്ക് ഒരു അനുഗ്രഹം നൽകണം. നീ എന്നെ തെസ്തേ ദേശത്തേക്കല്ലയോ കൊടുത്തിരിക്കുന്നത്. എനിക്ക് എന്നെ ഒരു ദേശത്തേക്ക് നീ വിവാഹം കഴിച്ച് അയച്ചു. പക്ഷെ ആ ദേശത്ത് ഉള്ള കുറച്ച് ഉറവകളുണ്ട്, അതുകൂടി എനിക്ക് നൽകണമെന്ന് പറഞ്ഞ കാലേബിനോട് അക്സ പറയുകയാണ്, എനിക്ക് അനുഗ്രഹം വേണം. തന്റെ മകളാണ്, മകൾക്ക് അവകാശമാണ്. അപ്പനോട് മകൾ അവകാശം ചോദിക്കുന്നത് കാണുവാൻ കഴിയും. അവിടെ അവകാശം ചോദിക്കുന്ന അപ്പന് മകൾക്ക് അവകാശം കൊടുക്കുകയാണ്. നീരുറവ കൂടി എനിക്ക് തരുമെന്ന് പറയുമ്പോൾ അവൾക്ക് മലയിലും താഴ്വരയിലുമുള്ള നീരുറവ കൂടി കാലേബ് തന്റെ മകളായ അക്സയ്ക്ക് നൽകുവാൻ ഇടയായി. സ്തോത്രം. നമുക്ക് ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തില് ഇസ്രായേലിന്റെ വംശാവലിയിൽ യഹൂദ ഗോത്രത്തിന്റെ കാലേബിന്റെ മകളാണ് അക്സ. എന്നാൽ യഹൂദ ഗോത്രത്തില് സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യമില്ലാത്ത ഒരു അനുഭവമാണ് അവിടെ ആയിരിക്കുന്നത്. സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൊടുക്കാറില്ല. പക്ഷെ എന്നാൽ ഹല്ലേലൂയ പുരാതന ഇസ്രായേലിന്റെ പ്രതിസമ്പത്തുകളൊന്നും സ്ത്രീകൾക്ക് വ്യവസ്ഥയിൽ സാധാരണ കൊടുക്കാറില്ല. പക്ഷെ എന്നാൽ വ്യവസ്ഥ തെറ്റിച്ച് പിതാവ് കാലേബ് തന്റെ മകൾക്ക് അവകാശങ്ങളെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ നോക്കുക എസ്തേറിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. എസ്തേറിന് ദൈവസന്നിധി ചെല്ലുവാൻ അല്ലെങ്കിൽ രാജാവിന്റെ സന്നിധി ഒരിക്കലും ചെല്ലുവാൻ കഴിയത്തില്ല. കാരണം ഭർത്താവാണ്, പക്ഷെ രാജാവാണ്. പക്ഷേ അനുവാദം കൂടാതെ അല്ലെങ്കിൽ രാജസന്നിധിയിലേക്ക് ചെല്ലുവാൻ കഴിയില്ല. പക്ഷേ അവൾ അനുവാദം ചോദിക്കാതെ ഞാൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, അല്ലെങ്കിൽ എന്റെ സ്വജനത്തിന് വീണ്ടെടുപ്പ് വേണം, അതുകൊണ്ട് എന്റെ അവകാശങ്ങളെ ശത്രു അപഹരിച്ചു കൊണ്ടുപോകാതെ അവന്റെ പദ്ധതികളെ ഞാൻ മനസ്സിലാക്കി ഞാൻ മിണ്ടാതിരുന്നാൽ എന്റെ അവകാശങ്ങളെ എനിക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ
എസ്തേർ അവളുടെ ജീവനേക്കാൾ അവള് വില മതിച്ചത് സ്വജനത്തിന്റെ ഹാലേലുയ നന്മയ്ക്ക് വേണ്ടിയാണ്, സ്വജനത്തിന്റെ അവകാശത്തിന് വേണ്ടി. ഹാലേലൂയ ആ എസ്തേർ എന്ത് ചെയ്തു? അവൾ ഇറങ്ങി ചെല്ലുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ ഒരു യുദ്ധമാണ് അവിടെ നടക്കാൻ പോകുന്നത്. വെച്ചാൽ ഈ നമുക്കറിയാം എസ്തേറിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ അനുവാദം കൂടാതെ രാജസന്നിധിയിൽ ചെല്ലുവാൻ എന്ത് ചെയ്യാ? ആമേൻ, അവകാശമില്ല. രാജാവിനോട് മുമ്പേ ചെന്ന് അനുവാദം തലേദിവസം ചെന്ന് ബോധിപ്പിച്ച്, എനിക്ക് രാജാവ് എനിക്ക് നിന്നെ കാണണം, എനിക്ക് ഇന്നത് ബോധിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഹല്ലേലൂയ രാജസന്നിധി ചെല്ലുവാൻ. പക്ഷെ എന്നാൽ അനുവാദം ചോദിക്കാതെ ഒരു ചെന്ന ഒരു 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 സ്ത്രീയുടെ ജീവിതത്തിലേക്ക് രാജാവിന് കൃപ തോന്നി എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അമ്മ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു അമ്മ അവകാശങ്ങളെ നൽകി തരുവാൻ. ആ അവകാശങ്ങളെ പ്രാപിച്ചെടുക്കണമെങ്കിൽ ധൈര്യത്തോടെ നാം ദൈവത്തിന്റെ സന്നിധാനം ചെല്ലുവാൻ ഇടയാകണം. സ്തോത്രം. നമുക്ക് സങ്കീർത്തനങ്ങളിൽ മടങ്ങി ഇവിടെ പറയുകയാണ്, ഞാൻ നിനക്ക് ചില കൈവശങ്ങളെ തരും, ഞാൻ നിനക്ക് ചില അവകാശങ്ങളെ ഞാൻ നൽകി തരും. നമുക്ക് നമ്മുടെ കൈവശത്തിലിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ കൈവശത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുമ്പോൾ അത് നമ്മുടെ അധികാരത്തിലില്ല. എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ നിനക്ക് ചിലത് അവകാശമായി നൽകും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടുണ്ട്, ശരിയാണ്, എല്ലാം ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാ? ഒന്നും നിങ്ങളുടെ അവകാശമല്ല, നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് പലപ്പോഴും നിങ്ങളിൽ നിന്ന് ഹല്ലേലൂയ നിനക്ക് ഇവിടെ ഒരു അവകാശമില്ല, എന്റെ സമ്പത്ത് നിനക്ക് അല്ലയാ അവകാശമില്ല എന്ന് പറഞ്ഞ് നമ്മെ പലപ്പോഴും മനുഷ്യർ മാറ്റി നിർത്തുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനത്തിലൂടെ ഊന്നി പറയുകയാണ്, ഞാൻ നിനക്ക് ചില അവകാശങ്ങളെ നൽകാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നമ്മൾക്ക് അവകാശങ്ങളെ നൽകി തരുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമുക്ക് അവകാശങ്ങളെ നൽകി തരുവാൻ ഇടയാകും. സോ ഇവിടെ പറയുകയാണ്, ഇവിടെ യഹോവ, അതെ പിതാവായ ദൈവം പുത്രന്റെ അഭിഷക്തനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഹല്ലേലൂയ യേശു ക്രിസ്തുവിന് ചില അവകാശങ്ങൾ. നമുക്കറിയാം യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായ വന്നതാ, ദൈവമായിട്ടല്ല. നമുക്കറിയാം ഫിലിപ്പിയ ലേഖനം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണും, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചോളം വിചാരിക്കാതെ ദാസരൂപം എടുത്ത വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അനുസരണമുള്ളതായി തീർന്ന പിതാവിനെ അനുസരിച്ച് പുത്രന് എന്താ കൊടുത്തത്? ഹല്ലേലൂയ സകലം കൊടുത്തില്ല. സ്വർലോകടെയും ഭൂലോകടെയും അധോലോകടെയും മുഴങ്കാൽ മടങ്ങുന്ന രീതിയിൽ ഹല്ലേലൂയ ദൈവം പുത്രനെ ഉയർത്തിയില്ലേ ക്രൂശിൽ. ഹല്ലേലൂയ മരിച്ചു. ഹല്ലേലൂയ യേശുവിനെ കൊന്നെന്നാ പറയുന്നത്. ഹല്ലേലൂയ പക്ഷെ എന്താണ് എന്ത് ചെയ്യാ? ദൈവം അത് എന്ത് ചെയ്യാ? ഏറ്റെടുക്കുക ചെയ്ത് അവകാശങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ ഹല്ലേലൂയ കർത്താവ് സ്വയം പിതാവിന് വിധേയപ്പെട്ടു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, വിധേയപ്പെടേണ്ട മേഖലയിൽ കർത്താവിന് നാം വിധേയപ്പെടണം. കർത്താവിന് നാം വിധേയപ്പെടണം. ദൈവവചനപ്രകാരം ഇത് രണ്ട് എന്ത് ചെയ്യാ? നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ബാധകമാണ്. ഇവിടെ പറയുകയാണ്, നാം ചിലപ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിധേയപ്പെട്ടിട്ടും പിന്നെ നമ്മളെ അടിമകളാക്കി നിൽക്കുന്ന മേഖലകളിൽ നിന്ന് ദൈവം ഈ ദിവസങ്ങളിൽ അതിനെയൊക്കെ പൊളിച്ചു കത്ത പുറത്തു കൊണ്ട് നിനക്ക് ഇവിടെ അവകാശമുണ്ടെന്നും നീ ഇതിന്റെ ഭാഗമാകുന്നും പറയത്തക്കവണ്ണം ഹല്ലേലൂയ കർത്താവിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടുവാനിടയാകും. സ്തോത്രം. അവകാശങ്ങളെ മടക്കി നൽകുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഞാൻ നിനക്ക് ജാതികളെ തരും. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന ദേശം പല ദേശം എന്തെയാ ഇവിടൊക്കെ ജാതികൾ എന്ന് പറഞ്ഞ സുവിശേഷ വേലയെ കുറിച്ച് പറയും കേട്ടോ. ഈ സുവിശേഷത്തിൽ നിന്ന് ജാതികളെ ദൈവം ചോദിക്കുവാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്യും? ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങൾ ചോദിക്കുവാൻ തയ്യാറ്. കർത്താവ് പറയുന്നത് എന്തുവാ? ഞാൻ നിനക്ക് അവകാശമായി തരുവനാ. നിനക്ക് എന്താണ് അവകാശമായി വേണ്ടത്? ആത്മീകമാണോ ഭൗതികമാണോ? അത് ദൈവത്തോട് ചോദിക്കുവാൻ തയ്യാറായ നിശ്ചയമായും ദൈവം നമ്മളോടുള്ള ദൈവ വാഗ്ദത്തമാണത്. ഹല്ലേലൂയ. ചോദിക്കാൻ ചോദിച്ച ദൈവം എന്ത് ചെയ്യാ? നൽകി തരുവാൻ ഇടയാകും. നമുക്കറിയാം നമ്മൾ വായിച്ചു യഹൂദ ഗോത്രത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമില്ലാതിരിക്കെ, പക്ഷേ പ്രാധാന്യമില്ലാതിരിക്കുകയും സ്ത്രീകൾക്ക് വളരെ ചെറുതായിട്ടുള്ള വലിയൊരു അധികാരമില്ലാതിരിക്കെ അല്ലെങ്കിൽ അവൾക്ക് വലിയ വാല്യൂ ഇല്ലാതിരിക്കെ തന്റെ പിതാവിന് അക്ഷയോട് സ്നേഹം തോന്നി അവൾക്ക് അവകാശങ്ങളെ കൊടുത്തെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ് നമുക്ക് ഈ ഭൂമിയിലെ അവകാശങ്ങളെയും
സ്വർഗത്തിലെ അവകാശങ്ങളെ നൽകി തരികയില്ലയോ? ആത്മീക അവകാശങ്ങളെ കർത്താവ് നൽകി തരികയില്ലയോ? നമ്മൾ ചോദിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ പിതാവിന് നമ്മൾ എന്താണ് പ്രധാനമായി ചോദിക്കുന്നത്? ഈ ഭൂമിയിലെ കാര്യമല്ല. കർത്താവ് പറയാ, മുമ്പ് അവന്റെ രാജ്യം നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ നിനക്ക് ഇതൊക്കെ ലഭിക്കുമെന്നാണ് ദൈവത്തിന്റെ വാചകം നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, അമ്മേ എന്നോട് ചോദിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് തരുവാൻ തയ്യാറാണ്. അമ്മേ ഞാൻ നിനക്ക് ജാതികളെ അവകാശമാക്കി തരും. ഹല്ലേലൂയ. ചില ജാതികളെ അമ്മേ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ചില വിഷയങ്ങൾക്ക് വേണ്ടി ചിലരെ അമ്മേ നൽകേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ദൈവം അവരെ നിങ്ങൾക്ക് അമ്മേ കൈവശമാക്കി തരും. ഹല്ലേലൂയ. ആമേൻ. ചില അവകാശങ്ങളെ അമ്മേ ഭൂമിയുടെ അറ്റങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അമ്മേ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ കരങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ദൈവം ദിവസങ്ങളില് അമ്മേ അങ്ങോട്ടുള്ള അതിനേക്കുള്ള വഴികളെ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് തുറന്ന് ചോദിക്കുവാൻ തയ്യാറാകുന്നവർക്കാണ് ആമേൻ ഹല്ലേലൂയ ദൈവം എന്തിയാ നൽകി തരുന്നത്. എന്നോട് ചോദിക്കുക. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന മനുഷ്യരോട് ചോദിച്ചാൽ ആമേ അതിനെന്തിയാ പ്രതിഫലങ്ങളെ ലഭിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ നിങ്ങളുടെ അവകാശങ്ങൾ ഒരു മനുഷ്യർ ചോദിച്ചാൽ അവർ തള്ളിക്കളയും. പക്ഷെ എന്നാൽ എന്തിയാ ദൈവത്തോട് ചോദിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകേണ്ടത് മനുഷ്യൻ കുറച്ച് തരുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഹല്ലേലൂയ വർദ്ധിപ്പിച്ചു തരുന്നു. ഏത് മേഖലയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അവകാശമായി വേണ്ടത് അത് ദൈവത്തോട് ചോദിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് നൽകി തരുവാൻ ഇടയാകും. സൗഖ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായതുള്ളത്. അല്ലെങ്കിൽ സൗഖ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? അത് കിട്ടും വരെ ദൈവത്തിന്റെ സന്നിധിയിൽ ജാഗരിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോയി അതുകൊണ്ട് ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നല്ല, അത് കിട്ടുവോളം പ്രാപിക്കുവോളം എന്ത് ചെയ്യും? നാം പ്രാർത്ഥിക്കും. നമുക്കറിയാം ഹല്ലേലൂയ ഒരു സ്ത്രീ ഒരു രാജാവിന്റെ അടുക്കൽ വന്നിട്ട് അവൾ പറയുകയാണ്, എന്നെ എന്ത് ചെയ്യാ ഒരാൾ എന്ത് ചെയ്യാ എന്നെ മുഷിപ്പിക്കുന്നു, എന്നെ അസഹ്യപ്പെടുത്തുന്നു എന്ന് പറയാണ്. എന്നെ എന്ത് ചെയ്യാ പക്ഷെ എന്നിട്ട് ആ രാജാവ് കുറച്ചു നാൾ മിണ്ടാതിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയും ആ രാജാവ് അവൾക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്ത് കൊടുത്ത ദൈവമാണ്. ഹല്ലേലൂയ. മനുഷ്യ രാജാവാണ്, പ്രതിക്രിയ ചെയ്ത് കൊടുത്ത ഹല്ലേലൂയ കർത്താവാണ്. സ്തോത്രം. നോക്കൂ, ആ മനുഷ്യൻ ആ രാജാവിന് ആ സ്ത്രീയോട് ആ സ്ത്രീ തന്റെ മുന്നിൽ വന്ന് എല്ലാ ദിവസവും അവൾക്ക് ലജ്ജ തോന്നാതെ മടുപ്പില്ലാതെ ദൈവത്തെന്നും വന്ന് അവൾ എന്ത് ചെയ്യാ ഹല്ലേലൂയ എന്നെ എനിക്ക് പ്രതിക്രിയയുണ്ട്, അവരെന്നെ ഞെരുക്കുന്നു ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഈ മനുഷ്യന് തന്നെ തോന്നി, ഇനി ഞാൻ കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ അവൾ എന്നെ വന്ന് ചെകിട് തടിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാ ഞാൻ കേൾക്കാമെന്ന് ഹല്ലേലൂയ അതാണ് ദൈവത്തിന്റെ സമയം എന്ന് പറയുന്നത്. അവൾക്ക് എന്ത് ചെയ്തു? അവളുടെ ഹല്ലേലൂയ മറുപടി കേൾക്കാം. അവിടെ ആവശ്യത്തിന് ഹല്ലേലൂയ മറുപടി നൽകുവാൻ ഇടയായി. നമ്മളും നമ്മുടെ ദൈവത്തോട് നിലവിളിച്ചാൽ, നമ്മളും നമ്മുടെ ദൈവത്തോട് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് കേൾക്കത്തില്ലയോ? അവളെക്കാൾ അവകാശമുണ്ട്. നമുക്ക് ചോദിക്കുവാൻ തയ്യാറാകണം. ഈ ദിവസങ്ങൾ നിങ്ങൾ ചോദിക്കണം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകി തരുവാൻ ഇടയാകും. ഹല്ലേലൂയ. അവകാശങ്ങളെ മടക്കി നൽകുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ചിലതൊക്കെ അവകാശങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി നൽകുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. നോക്കുക, നമുക്ക് നമ്മുടെ പിതാവായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം ഹല്ലേലൂയ നമ്മുടെ മക്കളാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എനിക്ക് അപ്പനില്ലെന്നല്ല നിങ്ങൾ പറയും, നിങ്ങൾക്ക് ഒരപ്പനുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ അപ്പൻ ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഈ ഭൂമിയിലെ അപ്പൻ നിങ്ങളെ കൈ ഒഴിഞ്ഞിട്ടുണ്ടാകാം. നിങ്ങൾക്ക് തരേണ്ട നന്മകൾ തന്നിട്ടുണ്ടാവില്ല. പക്ഷേ എന്നാൽ ഹല്ലേലൂയ നിങ്ങൾക്ക് തരുന്ന ഒരപ്പൻ, ഉയരത്തിൽ അപ്പനുണ്ട്. ആ അപ്പൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങളുടെ അവകാശങ്ങളെ ദൈവം മടക്കി നൽകി തരുവാൻ ഇടയാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെ എന്നോട് സംസാരിക്കുന്ന അവകാശങ്ങളെ ലഭിക്കേണ്ടതായ അവകാശമുണ്ട്. ന്യായമായി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതാണ്. നന്ദിയ ലഭിക്കാതെ ഹല്ലേലൂയ നിങ്ങളായിട്ട് വട്ടം കിടക്കുന്ന മേഖലകളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങളില് ഈ വചനം ഹല്ലേലൂയ അവിടേക്ക് ചലിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിയോട് വെളിപ്പെടുവാൻ ഇടയാകും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ക്ഷീണത്തോടെ ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ ദൈവത്തോട് ചോദിച്ച് പല വിഷയങ്ങളും മറുപടി ഇല്ലാതെ ഇരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അക്ഷയ്ക്ക് തന്റെ പിതാവ് അവകാശം കൂടി, ഭൂമിയിലെ അപ്പൻ
അവകാശം കൊടുത്തു. യാക്കോബ് ദൈവത്തിന്റെ സന്നിധി നിലവിളിച്ചപ്പോൾ, ഹല്ലേലൂയ, ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടിയല്ല, ആത്മീക അനുഗ്രഹം നിലവിളിച്ചപ്പോൾ, ഹല്ലേലൂയ, അവനെ പേരിന് ചേഞ്ച് വരുത്തി വലിയൊരു രാഷ്ട്രമാക്കി മാറ്റി ദൈവത്തിന്റെ സന്നിധി. എന്നാ യാക്കോബിന് എല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്നു. മൃഗസമ്പത്തുണ്ട്, മക്കളുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാത്ത യാക്കോബ് യാബോക്കിന്റെ കടവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, എനിക്ക് നിന്റെ അനുഗ്രഹം വേണം. സ്വന്തം പേരിന് ചെയ്തു. ഇന്ന് വലിയൊരു രാഷ്ട്രമായി ഇസ്രായേൽ മാറി. ചോദിക്കുന്നത് കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് നിങ്ങൾ ചോദിക്കുക. ദൈവം നിങ്ങൾ ചെയ്ത അവകാശമായി നൽകും. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം കേട്ട് ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ, മാനിക്കട്ടെ. ദൈവം നിങ്ങളെ ഉയർത്തട്ടെ.